ഹായ് ഗായ്സ്, രാവിലെ കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് അടുക്കള ചെന്നപ്പോ അമ്മ ഇടിയപ്പത്തിന് ഞെക്കിപ്പിച്ചു. എന്നാ പിന്നെ എന്റെ സുബേര കാര്യക്രമം തുടങ്ങാല്ലേ. തേങ്ങ തിരുമി പാവയ്ക്ക് വിഴുക്കുവെട്ടിന് അരിഞ്ഞു കഴിഞ്ഞപ്പോ ദേണ്ടേ ഇതെന്തൊരു ഇലാമ പഴമാ. ആഹാ, കൊഴുത്തുവൽ കിരീടമൊക്കെ ഉണ്ടല്ലോ. അതിന്റെ ചന്തവും നോക്കിക്കൊണ്ടിരുന്ന സമയത്തിന്റെ പാട് നോക്കിപ്പോകും. അതോർത്ത് ചീനി പൊളിച്ച് വെട്ടി കണ്ടിച്ചങ്ങിട്ടു. അപ്പോഴേക്കും അമ്മീജി ഇടിയപ്പം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. എന്നാ പിന്നെ നമുക്ക് മത്തിയുമായി മൽപ്പിടുത്തമാകാം. ഈനെ മത്തി എന്നൊന്നും പറയാൻ പറ്റില്ല, മാ എന്നേ പറയാൻ പറ്റുള്ളൂ. എന്റെ വിരൽ ഇതിനെക്കാളും വലുതാണെന്ന് എനിക്ക് തോന്നിപ്പോയി. മത്തിയുമായി മൽപ്പിടുത്തം കഴിഞ്ഞപ്പോ മേലാസകലം മണകുണാച്ച സ്മെല്ലായി. അതുകൊണ്ട് തന്നെ മന്ദഗതിയിൽ ഒരു കുളി പാസാക്കി ഞാൻ ജോലിക്ക് കയറി. ജോലി തിരക്കിൽ 11 മണിയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്ത എന്നെ അമ്മ പൊതിരെ ചീത്ത വിളിച്ചു. ഇടിയപ്പം ഇഷ്ടമില്ലാത്ത എനിക്ക് ഓട്സ് പുട്ട് റെഡിയായിരുന്നു. കൂടെ മുട്ടക്കറിയാണെന്ന് അറിഞ്ഞപ്പോ ശടപടേന്ന് എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടി. അത് കഴിഞ്ഞപ്പോ എനിക്കും ദീപുമോനും 2 പോസ്റ്റൽ കാർഡ് വന്നു. ഞങ്ങളുടെ ഒരു അനിയൻ ശബരിമലയിലുണ്ട്, അവിടെ നിന്ന് അവൻ അയച്ചതാണ്. സ്വാമി ശരണം. പോസ്റ്റ് കാർഡൊക്കെ അന്യം നിന്ന കല്യാണം ഓർത്ത് അനന്തൂന് ഒരു താങ്ക് യുവും പറഞ്ഞുകൊണ്ട് ഞാൻ വീണ്ടും ജോലിയിൽ ഏർപ്പെട്ടു. അമ്മയുടെ തെരുവിളി കേട്ടുകൊണ്ടാണ് 2 മണി കഴിഞ്ഞു ഫുഡ് കഴിച്ചില്ല എന്നോർത്തത്. അങ്ങനെ ഓടി വന്ന് പാവയ്ക്ക വിഴുക്കും പുളിശ്ശേരിയും മത്തിക്കറിയും ചീനിയും ഒപ്പം 2 കാന്താരി എടുത്ത് മിണുമിണ കുഴച്ചങ്ങ് തിന്നു. അത്രേ ഉള്ളൂ. ബൈ ബൈ.